പ്ലസ് വൺ ഹിസ്റ്ററിയിൽ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ പറയാമോ. ഈ ടോപ്പിക്കിൽ നിന്നാലും നിങ്ങൾക്ക് പ്ലസ് വൺ ഹിസ്റ്ററിയിലെ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യങ്ങളൊക്കെ വരിക. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. ആ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാണ്ടാവുക. ഇത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് ടോപ്പിക്കാണ് ക്യൂണിഫോം ആൻഡ് മാരീസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. അതിൽ റോമൻ എംപയറിലെ സോഷ്യൽ ഹൈറാർക്കീസ് അഥവാ സാമൂഹിക ശ്രേണികളും 3rd സെഞ്ചുറി ക്രൈസിസ് ആൻഡ് റിഫോംസ് ഓഫ് കോൺസ്റ്റന്റൈൻ ആൻഡ് ഡയോക്ലീഷ്യൻ ഇത് നിങ്ങൾ എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. മൂന്നാമത്തെ ചാപ്റ്റർ ഒറിജിൻ ഓഫ് ഹ്യൂമൻസിൽ ഈ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതിന് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നാലാമത്തെ ചാപ്റ്റർ ആണ് കൾച്ചർ ഫോർമേഷൻ ഇൻ മിഡിൽ ഏജസ്. ഇതിൽ അബ്ദുൽ മലിക് ആൻഡ് ഇസ് റിഫോംസ്, അബ്ദുൽ മലിക്കും ഭരണപരിഷ്കാരങ്ങളും, അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബികളുടെ സംഭാവന, അതേപോലെ ആസ്ടെക് ആൻഡ് ആസ്ടെക് എഡ്യൂക്കേഷൻ, ആസ്ടെക്കുകളും അവരുടെ വിദ്യാഭ്യാസവും എക്സാമിന് ചോദിച്ചേക്കാം. അഞ്ചാമത്തെ ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയി തന്നെ കുറിൽത്തായി എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് വളരെ നല്ല രീതിയിൽ ചോദിക്കാറുണ്ട്. ആറാമത്തെ ചാപ്റ്ററിൽ 3 ഓർഡേഴ്സ്, മൂന്ന് ക്രമങ്ങളുടെ സവിശേഷത എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. 4th ഓർഡർ 4ാം ക്രമവും 14th സെഞ്ചുറി ക്രൈസിസ് 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ക്രിസ്മസ് എക്സാമിനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് 7th ചാപ്റ്റർ. ഇതിൽ ഹ്യൂമനിസം എന്താണെന്ന് പഠിക്കണം, അവിടുത്തെ ആർക്കിടെക്ചർ, അതേപോലെ തന്നെ കോപ്പർനിക്കൻ റെവല്യൂഷൻ അഥവാ കോപ്പർനിക്കൻ വിപ്ലവം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇത്രയുമാണ് എന്ത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. ഇത്ര അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. ഇതിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ.